ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ക്രീം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാട്, കരിവാളിപ്പ്, മുഖക്കുരു വന്നിട്ട് പോയ പാടുകൾ, അതേപോലെ ചുളിവുകൾ നീങ്ങാൻ വേണ്ടിയിട്ടെല്ലാം സഹായിക്കുന്ന നല്ലൊരു ക്രീമാണിത്. വെറും 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്രീം തയ്യാറാക്കുന്നത്. ഇത് ദിവസം ഉപയോഗിക്കുകയാണെന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്ത് വരുന്ന മാറ്റം നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇതേപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മടി കൂടാണ്ട് നിങ്ങൾക്കിത് ദിവസവും ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. തൈര് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുക്കുക. ലൂസായിട്ടുള്ള തൈരാകുമ്പോൾ നമുക്ക് ക്രീമി കൺസിസ്റ്റൻസി കിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയിരിക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പാക്കറ്റ് പൊടി എത്രത്തോളം നന്നായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ ഒരുപാട് മായങ്ങളെല്ലാം അവർ ചേർക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മുടെ മുഖത്ത് സ്ഥിരമായിട്ടിടുന്നത് നന്നായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ തൈരിൽ 1 ടീസ്പൂണ് നമ്മൾ മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മഞ്ഞളുടെ കട്ട അവിടെ ആയിട്ട് കിടക്കാൻ പാടില്ല. നമ്മുടെ തൈരിൽ അത് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടണം. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് 4 ദിവസം വരെ ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് സൂക്ഷിക്കാം. 4 മുതൽ 5 ദിവസം വരെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. 5 ദിവസത്തിന് ശേഷം പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യരുത് കേട്ടോ. 5 ദിവസത്തിന് ശേഷം വീണ്ടും ഉണ്ടാക്കിയെടുക്കണം. ഇതാ നല്ല അടിപൊളി ഒരു ടർമറിക് ക്രീമാണിത്. ഇത് നിങ്ങളുടെ മുഖത്തിന് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് ഇതൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് സൂക്ഷിക്കാം. പിന്നെ കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടെയ്നറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ളതിലായിരിക്കണം നിങ്ങൾ ഇട്ട് വെക്കേണ്ടത്. അതുപോലെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിത് തൊട്ടിട്ടാണല്ലോ തേക്കുക. ആ തേക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വെള്ളം കയറാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊന്നും ഈർപ്പം കയറാനേ പാടില്ല. അങ്ങനെ ആ നേരം നമ്മൾ വിചാരിക്കുന്നത് അത്രയും കാലം ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിതിൽ മുന്നേ ഇട്ട ഒരു ബീട്രൂട്ട് ബാത്തിങ് പൗഡറിൻ്റെ നല്ല റിസൾട്ട് കിട്ടിയെന്നുള്ള ഒരുപാട് കമൻസ് അയച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ വെള്ളം ഉള്ളിലേക്ക് കയറിയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവർക്ക് മാറ്റി ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം ഇനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ കയ്യിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. ആദ്യം ഫേസെല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ 2 മിനിറ്റ് സോഫ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക മുഖത്തേക്ക്. അപ്പോൾ സോഫ്റ്റ് മസാജ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 30 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ. നന്നായി ഡ്രൈ ആയാൽ മതി. അപ്പോൾ ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിലല്ലേ ഇത് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നിങ്ങൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് കഴുകിക്കളയുക. ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. കാരണം നമ്മളിതിൽ തൈര് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോവേര യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങൾ ഇതൊന്നങ്ങ് കഴുകിക്കളയുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അറിയാലോ, തൈരായാലും മഞ്ഞളായാലും മുഖം നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. എല്ലാവർക്കും പറയാണ്ട് തന്നെ അറിയുന്ന കാര്യമാണ്. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് റിസൾട്ട് കിട്ടുന്ന ഡ്യൂറേഷൻ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ചിലർക്ക് പെട്ടെന്ന് തന്നെ കിട്ടും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടും. എങ്കിലും നല്ല റിസൾട്ട് തന്നെയായിരിക്കും. എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുഖത്തുള്ള ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണിത്. ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം ദിവസവും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. 1 മാസം കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ നിറം വെക്കും. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് മാക്സിമം 5 ദിവസം മാത്രമേ കേട്ടോ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. 5 ദിവസത്തിന് ശേഷം നിങ്ങൾക്കിത് വീണ്ടും ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഇതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോഴല്ല, നിങ്ങൾ മുഖത്തേക്ക് ഇടുന്ന സമയത്ത് കുറച്ച് കടലപ്പൊടിയും കൂടി ഇടുക എന്നാണെങ്കിൽ വളരെ നല്ല റിസൾട്ടും കൂടിയായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.